ഓണസ്റ്റ് ആയിട്ട് പറയാം ഗൈസ്. ഒരു കാര്യം നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ കിക്ക് എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റീസൺ മെയിൻലി ഇതൊന്നും അല്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി അല്ല എന്ന് പറയണം. കാരണം അവർ എനിക്ക് ഓഫർ ചെയ്തതിൻ്റെ കൂടുതൽ എമൗണ്ട്സ് മൾട്ടിപ്പിൾ ടൈം എനിക്ക് ഓഫർ ചെയ്തതാണ്. എനിക്ക് മൾട്ടിപ്പിൾ ടൈം ഓഫർ ചെയ്തതാണ് അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതൊരു വലിയ എമൗണ്ടിൽ എനിക്ക് മന്ത്ലി കോൺട്രാക്ട് തരാമെന്ന് പറയുന്നത്. ഒരു മാസത്തിൽ ഇതുപോലെ 6-5 സ്ട്രീംസ് അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ലൈവിൽ ഇരുന്ന് കളിക്കണം. എന്നിട്ടും ഞാൻ ഇതുവരെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് അവർക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യത്തില്ലെന്ന്. സോ എന്നെ നൈസായിട്ട് അവർക്ക് ഒഴിവാക്കണം. ലെസ്റ്റ് അത് തന്നെ അതെനിക്ക് ഒരു ടൈം കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ബട്ട് കിക്കിനെ പറ്റി ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയത്തില്ല. നമുക്ക് ലൈക്ക് ഒരു മാസം അവർ പേയ്മെൻറ്റ് തന്നിട്ടുള്ളവരാണ്. എല്ലാം കറക്റ്റായിട്ട് ചെയ്തതാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള, അതുപോലെ ആഡൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാണാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അതായിരുന്നു. അതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് സെർവർ ഇഷ്യൂസ് വന്നതല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ബട്ട് സ്റ്റിൽ എനിക്ക് അവരുടെ കുറച്ച് ഈ പറയണത് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അത് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഓൾറെഡി നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്തപ്പം നമ്മുടെ ഇൻറ്റിമേറ്റ് ഓഡിയൻസ് കുറേ പേര് വന്ന് പറഞ്ഞതാണ്, ബ്രോ ഇത് ചെയ്യരുത്, ഇത് ചെയ്യുന്നത് ഭയങ്കര ശോകമാണ്, ഒരിക്കലും ഈഗിളുടെ സൈഡിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷൻ പ്രതീക്ഷിച്ചല്ല എന്ന് പറഞ്ഞതിൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം ഏകദേശം ഒരു 4 വർഷമായിട്ടുണ്ടാവും. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അങ്ങനത്തെ ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും താല്പര്യമില്ല, അങ്ങനെ പോകണമെന്നും ഉള്ളൊരു ആഗ്രഹമില്ല. എനിക്ക് മെയിനായിട്ട് യൂട്യൂബിൽ സ്ട്രീം ചെയ്യാൻ പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കോപ്പിറൈറ്റഡ് കണ്ടൻസ് വെച്ച് കളിക്കുന്നതാണ് ഇപ്പം. അതായത് ഇൻസൈഡ് ദ സിറ്റിയിലാണെങ്കിലും ചിലപ്പോൾ ഒരു പാട്ട് വരുന്നതിന് ആ പാട്ടിനായിരിക്കും എനിക്ക് കിട്ടാൻ പോണേ. അതെനിക്ക് നല്ല പേടിയാണ്. 2 ആക്റ്റീവ് സ്ട്രൈക്ക് ഉണ്ട്. ഒരു സ്ട്രൈക്കും കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കംപ്ലീറ്റ്ലി പോകും. സോ ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്വിച്ചിലാണെങ്കിലും സ്ട്രീം ചെയ്യുവാണെങ്കിൽ ഇനി ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനൽ തുടങ്ങാൻ പോണ് ഞാൻ. ആ ചാനലിൽ എല്ലാ ദിവസത്തെയും ട്വിച്ച് സ്ട്രീംസ് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുക. അതുകൊണ്ട് അതാകുമ്പോൾ സ്ട്രീംസ് ഒന്നും ഡിലീറ്റ് ആയി പോകത്തില്ല, സ്ട്രീംസ് ഒന്നും ഇതായി പോകത്തില്ല എന്നുള്ളൊരിതുണ്ട്. ഇതെന്താ 3K പെട്ടെന്ന് 5.5K ആയി? 5,579. അപ്പോൾ ഇനി തൊട്ട് എല്ലാ ദിവസത്തെയും ഈ സ്ട്രീംസ് ഞാൻ പുതിയൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ചാനലിൽ കിടക്കും ഈ പറയണതുപോലെ നമ്മുടെ സ്ട്രീംസൊക്കെ. അത് അങ്ങനെ അങ്ങ് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു ഗൈസ്. കാരണം എൻ്റെ ഒരുപാട് നല്ല RPകളും ഒരുപാട് നല്ല കണ്ടൻസും പല പ്ലാറ്റ്ഫോമിലായിട്ട് മിസ്സായിപ്പോയി. ഇനിയൊരു ലൈക്ക് ഒരു പപ്പറ്റ് ആവാൻ എനിക്ക് താല്പര്യമില്ല ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ. വേറെ ഞാനത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. സോ ഞാനത് ഒരു പയ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ എല്ലാ ദിവസത്തെ സ്ട്രീം കഴിയുമ്പം എനിക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ആൻഡ് അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. അതാണ് നല്ലത്. എനിക്ക് എന്തായാലും അത് ഞാൻ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അത് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് വേറെ ആളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ ചെയ്തോളും. അപ്പോൾ അങ്ങനെ അങ്ങ് കൊണ്ട് 6.4K അല്ലേ ഗൈസ്? എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. എനിക്ക് 7 ദിവസം എടുക്കും. ഇതിപ്പോൾ വീണ്ടും 5.7 ആയി. എടാ ഈ വ്യൂവേഴ്സ് ബഗ്ഗാണെന്ന് തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ബഗ്ഗായിട്ടിരിക്കുമെന്ന് തോന്നുന്നു വ്യൂവേഴ്സ്. എല്ലാവർക്കും വ്യൂവേഴ്സ് ഇത് എനിക്ക് തോന്നുന്നു ആക്യുറേറ്റ് വാച്ചിങ് ഇതല്ല. ഇപ്പൊ 6.3 ആയി വീണ്ടും. നോക്ക് 6.3 ആയി. അപ്പൊ 6.4 ആയി. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇവർക്ക് കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട് മോണിറ്റൈസേഷൻ എനേബിൾ ആവാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ കാണിച്ചു തരാം. അത് കാണിക്കാൻ പാടുണ്ടോന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അയ്യോ, ഇനി അത് ലൈവിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ അടുത്തതെല്ലാം വീഴുമെന്ന് ഞാൻ റിസ്ക് എടുക്കുന്നില്ല ഗൈസ്, എനിക്ക് പേടിയാണ്. ഇവിടെ ഇങ്ങനെ നിങ്ങൾ വെറുതെ ട്വിച്ചിൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് നോക്കിയാൽ മതി. ഇതൊക്കെ കാണിക്കാൻ പാടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നില്ല. ഇനി അതും കൂടെ ഒന്നാതെ കഷ്ടകാലമാണ്. ഫസ്റ്റ് സ്ട്രീമിൽ തന്നെ മറ്റേ അമ്മമാരെടുത്ത് വെച്ച് കിണ്ടുവെല്ലാം ചെയ്താൽ എനിക്കറിയാം. അച്ചീവ്മെന്റ് നമ്മുടെ ഇതിനകത്തൊരു അച്ചീവ്മെന്റ് ലെവലുണ്ട്. അതായത് ആദ്യത്തെ 7 ദിവസം അല്ല 8 ദിവസം അല്ല 7 ദിവസമാണോ 8 ദിവസം, ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് മിനിമം 7 ദിവസം സ്ട്രീം ചെയ്യണം. പിന്നെ 200 ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആക്കണം. അത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി 200 ഫോളോവേഴ്സ് എന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു, ആവറേജ് വ്യൂവേഴ്സ് മിനിമം 3 പേരിൽ മുകളിൽ ലൈവ് കാണണം. 3 പേര് മുകളിൽ ലൈവ് കാണണം എന്നുള്ളൊരിതുണ്ട്. അപ്പം അത് നമുക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ അത് 7 ദിവസത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ വരും. മോണിറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലെ പോലെ
ഇവിടെ എനിക്ക് ടിപ്സ് തരാൻ പറ്റും. അതായത് ഇവിടുത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ സൂപ്പർ ചാറ്റ്. ഇവിടുത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ സൂപ്പർ ചാറ്റ് ആണ്. സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് സൂപ്പർ ചാറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. സബ്സ്ക്രിപ്ഷൻ എനിക്ക് തോന്നുന്നു 1 മാസത്തിലേക്ക് 110 രൂപ എന്തോ സബ്സ്ക്രിപ്ഷൻ. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ആഡ് റവന്യൂ. ഈ 3 എണ്ണമാണ് എനിക്കിവിടെ റവന്യൂ വൈസ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്താ ഈ പറയണത് പോലെ ആ ഒരു 7 ദിവസത്തിൽ ഇത് തീർത്താൽ മാത്രമേ എനിക്ക് ഇത് നന്നായിട്ട് പോകുന്നുണ്ടോ, ഇതല്ലെങ്കിൽ ഇനി ഇവരുടെ സൈഡിൽ നിന്ന് വല്ല മെയിലും വല്ലതും വരുമോ, നമ്മൾ സ്ട്രീം ചെയ്യേണ്ടെന്ന് വല്ലതും പറയുമോ എന്ന് അറിയത്തില്ല. ട്വിച്ച് കുറേ പേരെ സ്ട്രീം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മാനേജ് ചെയ്യണ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് മറ്റേ ഇപ്പം കിക്കിൻ്റെ കാര്യം മാനേജ് ചെയ്യുന്ന പുള്ളിയും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്വിച്ചിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മെയിൽ അയക്കും, സ്ട്രീം ചെയ്യണ്ട എന്നുള്ള രീതിയിൽ മെയിൽ അയക്കും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പേടിയും കൂടെ എനിക്കുണ്ട്. എന്തായാലും നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു രീതിയിലാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ. ബ്രോ യൂട്യൂബ് റവന്യൂ ആണോ ഇതാണോ മെച്ചം? ബ്രോ അതെനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 8 ദിവസം ഇതിൽ സ്ട്രീം ചെയ്യാൻ പോണേ. 8 ദിവസം ഞാൻ ഇതിൽ സ്ട്രീം ചെയ്തിട്ട് ഞാനൊരു ആവറേജ് റവന്യൂ പറയാം. കാരണം ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബിൽ സൂപ്പർ ചാറ്റ് അല്ലാതെ ആഡ് റവന്യൂ കൊണ്ടുവന്നത് വളരെ റീസെൻ്റ്ലിയാണ്. അത് രണ്ടും കൂടി 8 ദിവസം കഴിയുമ്പോൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യണം. TV സ്ട്രീമിംഗ് ആപ്പ് തുടങ്ങുന്നോ? എന്താണ് നിങ്ങളൊക്കെ എന്ത് സിമ്പിളായിട്ടാണ് പറയണേ? മറ്റേ ജെൻസിന് പെട്ടിക്കട ഇടുന്ന പോലെയാണ് നീയൊക്കെ പറയണത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാൻ. ഇവിടെ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാൻ എന്തോരം പൈസ ആവുമെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയുമോ? കോടികൾ വേണം, കോടികളൊക്കെയാണ് ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത് ആൾക്കാർ ഉപയോഗിക്കണം. പെട്ടിക്കട തുടങ്ങണ ഞാൻ പറയണത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാൻ. അത് ശരി, കോൺട്രാക്ട് ഇല്ല ഇതിൽ കോൺട്രാക്ട് ഇല്ല ബ്രോ. എനിക്ക് ഇതിൽ കോൺട്രാക്ട് ഇല്ല. ഞാനൊരു നോർമൽ, നിങ്ങൾ ഈ ട്വിച്ചിലൊക്കെ ആൾക്കാർ ഇതേപോലെ സ്ട്രീം ചെയ്യുന്നത് പോലെ നോർമൽ സ്ട്രീമുകളാണ് ഞാനും ചെയ്യുന്നത്. എല്ലാവർക്കും നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കി സ്ട്രീം ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് ഞാനും ചെയ്യുന്നത്, മനസ്സിലായോ? അതായത് ഇത് പറയണത് പോലെ ചാറ്റ് ഭയങ്കര സ്പീഡാണ്. സത്യമല്ല, ചാറ്റിൽ നിന്ന് ഭയങ്കര സ്പീഡാണ്. അത് ഞാൻ ഇത് ഓണാക്കിയിട്ടിട്ടില്ല കേട്ടോ, ഇത് ഞാൻ ഓണാക്കിയിട്ടിട്ടില്ല. ഇവിടുത്തെ ഇത് കണ്ട 61,000 പേര് കൈസനൊക്കെ ലൈവ് വാച്ചിങ്. 60,000 അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ 6,000, അവന്റെ 10-1. നമ്മൾ ഇവിടുത്തെ അശുക്കളാണ്, മനസ്സിലായ? സ്പൈഡർമാനെ ബാഗ് ഇട്ട് കളിക്കുന്നു അത്ര തന്നെ. അല്ല, വേറെ ആൾക്കാരുടെ ലൈവ് എടുത്ത് വെച്ച് പ്ലേ ചെയ്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഇനി ഇവിടുത്തെ എന്തെങ്കിലും ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അതും കൊണ്ടുപോകും. അതെ 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 അതെ. സേഫ്റ്റി ഫസ്റ്റ്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റെക്കമെൻഡഡ് ചാനൽ ഈ ഫ്രണ്ട് ടോപ്പിൽ എൻ്റെ ലൈവ് വല്ലതും വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണേ ഗൈസ്. എൻ്റെ ഈ ഫ്രണ്ട് ഇതിലൊക്കെ എത്ര വാച്ചിങ് ഉണ്ട്? 627 വാച്ചിങ് ഒക്കെ ഉള്ളതൊക്കെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. 167 വാച്ചിങ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെന്തിനാ? ഇതാണ് ഇവരുടെ ആഡ്സ് ഒക്കെ കുറച്ച് ക്വാളിറ്റി ആഡുകളാണ്. കണ്ട, ഇവരുടെ ആഡൊക്കെ സോണിയൊക്കെയാണ്, നല്ല നല്ല ബ്രാൻഡ്സ് ഒക്കെയാണ് ആഡൊക്കെ വരുന്നത്. കണ്ട, ഇത് സ്കിപ്പൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടാ. 10 സെക്കൻഡൊക്കെ ആഡുണ്ട് കേട്ടാ, 10 സെക്കൻഡൊക്കെ ആഡുണ്ട്. അതെന്തോ വന്ന് എനിക്ക് സൈറ്റ് ഹലോ. അതൊക്കെ മോഡിന്റെ ആണ് കേട്ടോ. കളിപ്പാട്ടം. കൊള്ളാം. അയ്യോ വേണ്ട, എന്നെ കൊണ്ടുപോടാ, എന്നെ കൊണ്ടുപോടാ. എനിക്ക് അറിഞ്ഞൂടാ അതൊന്നും. എനിക്ക് അതിനെ പറ്റിയൊന്നും യാതൊരു പിടുത്തവും ഇല്ല. വേറെ കൊണ്ടുപോയില്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതാണ് പ്രശ്നം. ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എടാ, ഈ വ്യൂവേഴ്സ് ഇത് ബഗ്ഗാണോ അതോ കറക്റ്റ് 6400 നിക്കുവാണോ? അത് വേരി ആവുന്നു. നമ്മള് റീഫ്രഷ് ചെയ്താൽ കറക്റ്റ് ആവും. റീഫ്രഷ് ചെയ്താൽ കറക്റ്റ് ആവുമോ നോക്കട്ടെ? 6478 തന്നെ. ഓക്കെ, സെറ്റ്. ഗൈസ്, നിങ്ങളിത് 6400 പേരാണോ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് എന്റെ മെയിൻ ഡൗട്ട്. സിറ്റി കയറി. അയ്യോ ബ്രോ, ഞാൻ ഇന്ന് നിങ്ങളെ ഈ പ്ലാറ്റ്ഫോം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ടെസ്റ്റ് സ്ട്രീം എന്നുള്ള രീതിയിൽ വന്നതാണ്. നമുക്ക് കുറച്ചു നേരം ഇതെല്ലാം സംസാരിച്ച് സെറ്റാക്കി നമുക്ക് ഡിസ്കോഡ് ഒക്കെ നോക്കി സെറ്റായിട്ടിരിക്കുക കുറച്ചു നേരം. എന്നിട്ട് നമുക്ക് ഇതാക്കാം.
ഈ 6500 പേര് ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് ഇപ്പൊ സത്യം പറഞ്ഞ.